സിജോ, ഇപ്പോൾ ഈ കേസിൽ 8ാം പ്രതികൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളാണ്. അവരിലേക്ക് അന്വേഷണം എത്തുമോ? ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ പങ്ക് സംബന്ധിച്ച് SIT വിശദമായി പരിശോധിച്ച് വരികയും ചെയ്യുകയാണ്. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് ഇത് പങ്കെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരണമെന്നെങ്കിൽ ഈ മുരാരി ബാബു അടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ രേഖകളിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരാണ്. ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് ആരാണ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ അത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം വിശദമായി ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മനസ്സിലാകുകയും ചെയ്യുള്ളൂ. എങ്കിൽ പോലും ഇവരുടെ പങ്ക് ഒരു ഘട്ടത്തിലും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു തീരുമാനപ്രകാരം മാത്രം അത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് എഴുതാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ആദ്യഘട്ടം മുതൽ ഉള്ളത്. നമ്മുടെ ഹൈക്കോടതിയുടെ ഓർഡറിലൊക്കെ അത് വിശദമായി തന്നെ മനസ്സിലാകുകയും ചെയ്തിരുന്നു. കാരണം ഇത് ഉദ്യോഗസ്ഥരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ബോർഡ് അംഗങ്ങളുടെ കൃത്യമായ നിർദ്ദേശമോ അല്ലെങ്കിൽ അവരുടെ ഉപദേശമോ പ്രകാരം ആയിരിക്കും ഇത്തരത്തിൽ നിലപാട് എടുത്തിരിക്കുന്നത്, ഈ ഓർഡറുകൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആ ഓർഡറിൽ തന്നെ ഹൈക്കോടതിയുടെ തന്നെ ഓർഡറിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിൽ അവരുടെ പങ്ക് വ്യക്തമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യങ്ങൾ വ്യക്തമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിൽ ഏത് തരത്തിലാണ് അത് പോയിരിക്കുന്നത് എന്നുള്ള സംബന്ധിച്ചാണ് ഇനി വ്യക്തമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അന്വേഷണ സംഘം ഇപ്പോൾ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, ജയശ്രീ ഉണ്ട്, ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഉണ്ട്, തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു ഉണ്ട്, ബൈജുവിന് ശേഷം അതിൻ്റെ ചുമതലയിലേക്ക് വന്ന രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം പോകുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ നടപടിയിലേക്ക് പോകുന്നു. അതിനുശേഷമായിരിക്കും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് പോവുക. സ്വാഭാവികമായും പത്മകുമാറിന് ഉൾപ്പെടെയുള്ള ആളുകളെ വിശദമായി തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിലെ ഭരണസമിതിയിലേക്കും അന്വേഷണം പോകുന്നു എന്നുള്ള സംബന്ധിച്ച്. കാരണം ഇത് 2025 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് കൊടുത്തു വിടരുതെന്ന് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ദേവസ്വം പ്രസിഡന്റാണ് അത് സംബന്ധിച്ചൊരു കത്ത് നൽകുകയും ചെയ്തിരുന്നത്. അപ്പോൾ അക്കാര്യത്തിലും വിശദമായ അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യം ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഇന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഉൾപ്പെടെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകും. ഇനി അതിന് മുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നത് ആ ദേവസ്വം മന്ത്രിക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ്. എങ്കിൽ പോലും അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാകും. കാരണം ഇതിൻ്റെ അട്ടിമറിക്ക് ആദ്യമായി വഴിയൊരുക്കിയ, അതിന് കൂട്ടുനിന്ന, അത് രേഖകൾ അങ്ങനെയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. മുരാരി ബാബുവിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ അവരുടെ പങ്ക് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.